ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ എലീഷ പ്രവാചകൻ്റെ 3 അത്ഭുതങ്ങൾ, എലീഷ പ്രവാചകൻ പ്രവർത്തിച്ച 3 അത്ഭുതങ്ങളുണ്ട്. നിങ്ങൾ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം അറിയാം അല്ലേ? ഒന്നുകിൽ പഴയ നിയമത്തിലും അത്ഭുതങ്ങൾ ധാരാളം പ്രവാചകന്മാരിലൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പഠിക്കാം. സന്തോഷമാണോ പഠിക്കാൻ? അതെന്തൊക്കെയാണെന്ന് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഈശോയെ കാണാൻ സാധിക്കണം. കണ്ണടച്ചാലും തുറന്നാലും, പ്രത്യേകിച്ച് കണ്ണടച്ചാലും ഈശോനെ കാണുന്നു. അപ്പോൾ ഈശോയുടെ ഇഷ്ടമുള്ള ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ഈശോയെ, അങ്ങ് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയെ കാണുവാൻ വേണ്ട കൃപ കൊടുക്കണമേ. അങ്ങയെ കേൾക്കുവാൻ വേണ്ട കൃപ കൊടുക്കണമേ. അങ്ങയെ കണ്ട് അങ്ങയെ കേട്ട് അങ്ങ് പറയുന്ന വചനം അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, തിരുവചനത്തിൽ അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴും പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും മനസ്സിലാക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. എലീഷ പ്രവാചകൻ നമ്മുടെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം. ഏത് പുസ്തകമാണ്? രണ്ടാമത്തെ പുസ്തകത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് എലീഷ പ്രവാചകൻ്റെ പ്രവർത്തനങ്ങൾ, ജീവിത രീതികൾ, പ്രവാചക ഗണങ്ങൾ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എല്ലാം വിവരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കാൻ തന്നെ നമുക്കൊരാഗ്രഹം തോന്നും. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, രണ്ടാമത്തെ പുസ്തകത്തിൽ എലീഷ പ്രവാചകൻ ഈ ഗിൽഗാലിൽ പ്രവാചക ഗണങ്ങളെല്ലാം കൂടെ താമസിക്കുക. ഏത് സ്ഥലത്താണ്? ഈ ഗിൽഗാലിൽ ഇവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവിടെ പട്ടിണി വന്നു. ആ നാട്ടിലെല്ലാം ക്ഷാമം വന്നു. അപ്പോൾ നാട്ടുകാർക്ക് ആർക്കും ഒന്നും ഭക്ഷിക്കാനില്ല, പ്രവാചക ഗണത്തിനും ഒന്നുമില്ല. അന്നത്തെ രീതി അനുസരിച്ച് വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചക ഗണത്തിന് അതിൻ്റെ ഒരു പങ്കുണ്ട്. പ്രവാചക ഗണങ്ങൾ ഭക്ഷിച്ചാലേ ഉള്ളൂ പിന്നെ ആളുകൾ ഭക്ഷിക്കുകയുള്ളൂ. അപ്പം നാട്ടിൽ പട്ടിണിയായെങ്കിൽ പ്രവാചക ഗണത്തിനും പട്ടിണിയായി. അങ്ങനെ ഒന്നും കഴിക്കാനില്ല. ഏതാണ്ട് ഒരു 100ഓളം പ്രവാചകന്മാരവിടെ ഉണ്ട്. അപ്പോൾ എലീഷ പ്രവാചകനാണ് അവരുടെ വലിയ പ്രവാചകനായിട്ട് അവർ കാണുന്നത്. ദൈവപുരുഷനാണെന്നാണ് വിളിക്കുന്നത് അവർ. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുക, അയ്യോ ഇന്ന് എലീഷ പ്രവാചകൻ വരുമല്ലോ, ദൈവപുരുഷന് പോലും കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് കൊച്ചു പ്രവാചകന്മാരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒന്നും കൊടുക്കാനില്ല, എന്തെങ്കിലും ഒരു ചെറിയ അപ്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രവാചകന് വേണ്ടി അവർ മാറ്റിവെച്ചേനെ. അങ്ങനെ അവരങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എലീഷ പ്രവാചകൻ വരുക. അപ്പോൾ എലീഷ പ്രവാചകൻ എല്ലാവരെയും നോക്കി കാര്യം മനസ്സിലായി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖവും തനിക്കൊന്നും തരാനില്ലല്ലോ എന്ന് അവർ വിചാരിക്കുന്നു എല്ലാം പ്രവാചകൻ മനസ്സിലാക്കി. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, പ്രവാചകന്മാരെല്ലാം കൂടെ വയലിലേക്ക് ചെന്നേ, അവിടെയെല്ലാം ധാരാളം പച്ചക്കറികളും കായ്കനികളും എല്ലാം ഉണ്ട്. അതെല്ലാം ശേഖരിച്ചുകൊണ്ട് വന്ന് ഒരു വലിയ പാത്രത്തിൽ അവിയലുണ്ടാക്കി ഇന്ന് പ്രവാചകഗണത്തിനെല്ലാം സമൃദ്ധമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. ദൈവപുരുഷൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രവാചകന്മാർ സംശയിച്ചൊന്നുമില്ല. അവർ വീണ്ടും വയലിലേക്ക് ചെന്നു. എല്ലാവർക്കും വിവിധ തരങ്ങളിലുള്ള കായ്കനികൾ ധാരാളം കിട്ടി. അവർ സന്തോഷത്തോടു കൂടി അതെല്ലാം ശേഖരിച്ച് തിരിച്ച് ഭവനത്തിൽ വന്ന്, അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഏറ്റവും വലിയ പാത്രം എടുത്ത് അടുപ്പേൽ വെക്ക്, എന്നിട്ട് തീ കൂട്ടി വലിയ പാത്രത്തിൽ നമുക്ക് അവിയലുണ്ടാക്കി ഇന്ന് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഓരോരുത്തരും വന്ന് വയലിൽ നിന്ന് അതെല്ലാം ഞുറുക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നു. അതെല്ലാം വലിയ പാത്രത്തിലിട്ടു. അങ്ങനെ അവസാനം 2 പ്രവാചകന്മാർ വന്ന് ധാരാളം കാട്ടുമുന്തിരിങ്ങ കിട്ടി. അവരതും ഞുറുക്കി അവിയലിനകത്തിട്ടു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോട്, വിശന്നിരിക്കുമല്ലേ, അത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി അവിയൽ ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ വിളമ്പി ഓരോരുത്തർ വായി വെച്ചപ്പം എന്തോ ഒരു വിഷം. അപ്പോൾ ഒരു പ്രവാചകൻ നാക്കെ വെച്ച് വിളിച്ചു പറഞ്ഞു, അയ്യോ ദൈവപുരുഷ, ഇതിനകത്ത് മരണം പതിയിരിപ്പുണ്ട്. എന്നുവെച്ചാൽ വിഷം ഉണ്ട്, മരണം പതിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. എല്ലാവരും നോക്കി, എല്ലാവർക്കും വിഷമുണ്ടെന്ന് മനസ്സിലായി.
അപ്പം ദൈവപുരുഷൻ നോക്കി കായ്കനികളെല്ലാം പറിച്ചുകൊണ്ട് വന്നു അല്ലേ. അപ്പോൾ അവിടെ ഏതോ ഒരു വിഷക്കായ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ദൈവപുരുഷൻ പറഞ്ഞു കുറച്ച് മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതെന്തിനാ ബാബു മാവ്? ദൈവപുരുഷനല്ലേ, അവരനുസരിക്കും. അതെന്തിനാണെന്ന് ചോദിക്കുകയില്ല. മാവ് കൊണ്ടുവന്ന് എലീഷ പ്രവാചകൻ കുറച്ച് മാവ് എടുത്ത് അവിയലിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പറഞ്ഞു എല്ലാവർക്കും കൊടുത്തോളാൻ പറഞ്ഞു. വീണ്ടും രണ്ടാമത് അത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, വിഷം നീങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അപകടം നീങ്ങിയിരിക്കുന്നു, എല്ലാവരും കഴിച്ചു. ആദ്യം കഴിച്ചവരെല്ലാം വിളിച്ച് പറഞ്ഞു അപകടം നീങ്ങി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വേഗം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരു സന്തോഷത്തോടു കൂടി വയറ് നിറച്ചെന്ന് അവിയൽ കഴിച്ചു. പിന്നെ 2 ദിവസം മുന്നോട്ട് പോയി പട്ടിണിയാണ്, വീണ്ടും ഒന്നും കഴിക്കാനില്ല. അങ്ങനെ അവർ നോക്കി നിന്നു, നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീതം ഇവിടെ വരും. അങ്ങനെ നോക്കി നിന്നപ്പോഴത്തേനും ദാ ഒരാൾ വരുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ സഞ്ചിയിൽ 20 ബാർലിയപ്പൂവും ഏതാനും പുതിയ ധാന്യക്കതിരും. അപ്പോൾ അവർ പ്രവാചകഗണത്തിന് നേർച്ച പോലെ കൊണ്ടുവന്നിരിക്കുന്ന. അപ്പോൾ എലീഷ പ്രവാചകൻ പറഞ്ഞു ഇതെല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഭൃത്യം പറഞ്ഞു എന്താ ദൈവപുരുഷായി പറയുന്നത്, ഇവിടെ തന്നെ 100-ലധികം ആളുകളുണ്ട്, ഈ 20 ബാർലിയപ്പം കൊണ്ട് ഞാൻ എത്ര പേർക്ക് വിളമ്പും? ഇത് എവിടെ തികയും? ആരുടെ വയറ് നിറയും? അപ്പം ദൈവപുരുഷൻ അതെടുത്തിട്ട് ഒന്നുകൂടെ പറഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് വിളമ്പാൻ പറഞ്ഞു. ദൈവപുരുഷൻ പറഞ്ഞതല്ലേ, അവരനുസരിച്ചു. എല്ലാവർക്കും വിളമ്പി. അപ്പം വീണ്ടും പൊരിച്ചു വരുക. 100 പേർക്കും വയറ് നിറച്ച് അപ്പം വിളമ്പിയിട്ട് പിന്നെയും മിച്ചം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പി അല്ലേ, എന്നിട്ടും മിച്ചമായിരുന്നു. തൻ്റെ ശിഷ്യന്മാരത് ശേഖരിച്ചു വെച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ ഇതാ ഇവിടെയും അപ്പം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രവാചകന് തോന്നി നമുക്ക് ഈ ഗിൽഗാലിലെ താമസ സ്ഥലം പോരല്ലോ. അദ്ദേഹം ദൈവപുരുഷൻ്റെ അരുകെ ചെന്ന് പറഞ്ഞു ദൈവപുരുഷ, ഞാൻ ജോർദാൻ നദിക്കരയിൽ ചെന്ന് മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയല്ലേ? ദൈവപുരുഷൻ പറഞ്ഞു നല്ല കാര്യം, അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ വരാവോ? തീർച്ചയായിട്ടും വരാമല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി കോടാലി, ഒരു കടം വാങ്ങിയ കോടാലിയായിരുന്നു. ഈ കോടാലിയും കൊണ്ട് പോയി ജോർദാൻ നദീതീരത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു പ്രവാചകൻ മരം വെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെട്ടുന്നതിനിടയ്ക്ക് കൈയിടറി ഈ കോടാലി നദിയിലേക്ക് പോയി. ആ പ്രവാചകൻ കരയാൻ തുടങ്ങി, ദൈവമേ ഇതിൻ്റെ ഉടമസ്ഥന് ഇനി ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും? ആഴമുള്ള ഇത് എടുക്കാനും പറ്റുകയില്ല. അപ്പോൾ അദ്ദേഹം കരയുന്ന കേട്ടോണ്ട് ദൈവപുരുഷൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ സംഭവം പറഞ്ഞു. ദൈവപുരുഷൻ ഒരു കമ്പെടുത്ത് ഈ കൊടാലി വീണ സ്ഥലത്തേക്ക് ഇട്ട് ആ കോടാലി അവിടെ പൊങ്ങി വന്നു. അങ്ങനെ വന്നപ്പോൾ ഇവരെല്ലാം അത്ഭുതം കണ്ടു. അങ്ങനെ ഈ എലീഷ പ്രവാചകനിലൂടെ ദിവസവും ഇതുപോലെ ധാരാളം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത് പ്രവാചകഗണവും ആ നാട്ടിലെ ആൾക്കാരും എല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത് ഉണ്ടോ. ഇതുപോലെ അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധാരാളം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട്, അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് നോക്കിയേ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഇതുപോലെ തന്നെയുള്ള അത്ഭുതങ്ങൾ ദൈവം പ്രവാചകനിലൂടെ പ്രവർത്തിച്ചു, പ്രത്യേകിച്ച് എലീഷ പ്രവാചകനിലൂടെ. അപ്പോൾ ആദ്യത്തെ അത്ഭുതം നമ്മൾ കണ്ടത് ഏതായിരുന്നു? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അവിയലിലെ വിഷം മാറ്റി അല്ലേ. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് ഏതാണ്? 20 ബാർലിയപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അത് 100 പേര് കഴിച്ചിട്ട് പിന്നെ മിച്ചം വന്നിരിക്കുന്നു. മൂന്നാമത് നമ്മൾ കണ്ട അത്ഭുതം ഏതാണ്? നമുക്ക് ഇതൊരു സ്കിറ്റായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയല്ലേ. നമുക്ക് കൂട്ടുകാർ കളിക്കുന്ന ആ സ്കിറ്റ് നമുക്കിപ്പോൾ ആസ്വദിക്കാം. അല്ലയോ പ്രവാചകന്മാരെ, ഈ ഗിൽഗാലിൽ ക്ഷാമം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ ഇനിയും എത്ര നാൾ കൂടി താമസിക്കും എന്നറിയില്ല. നല്ല ശാന്തതയും സ്വസ്ഥതയുമുള്ള സ്ഥലമായിരുന്നു. പ്രവാചകഗണത്തിന് പാർക്കാൻ ഇത്രയും നല്ല സ്ഥലം വേറെ ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ ഭക്ഷിക്കാൻ ഒന്നുമില്ലല്ലോ. എത്ര നാളായി നാം പട്ടിണി കടക്കുന്നു. ഇന്നിവിടെ എലീശ പ്രവാചകനും വരുമല്ലോ. നാം എന്താണ് അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ കൊടുക്കേണ്ടത്? എലീശ പ്രവാചകൻ വിശന്നായിരിക്കും വരിക. ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. അതാ എലീശ പ്രവാചകൻ വരുന്നു.
ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കർത്താവിന് മഹത്വം. പ്രവാചകന്മാരെ, നിങ്ങൾ എല്ലാവരും വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന്. വേഗം ഒരു വലിയ പാത്രം നിറയെ അവിയൽ തയ്യാറാക്കുക. ശരി, ഉടൻ തയ്യാറാക്കാം. പ്രവാചകന്മാരെ, നിങ്ങളെല്ലാവരും വയലിലേക്ക് പോകുക. അവിടെ ധാരാളം പച്ചക്കറികളും കായ്കനികളും കിഴങ്ങുവർഗ്ഗങ്ങളും എല്ലാം ധാരാളം ഉണ്ടാവും. പോയി ശേഖരിക്കുക. ഞങ്ങൾ വേഗം കൊണ്ടുവരാം. ഒരു വലിയ പാത്രം എടുക്കുക. പ്രവാചകന്മാർക്കെല്ലാം വല്ലാതെ വിശക്കുന്നുണ്ടാകും. എത്ര ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ട്. ശരിയാണ്, അവർക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ പോയി അല്പസമയം പ്രാർത്ഥിച്ചിട്ട് വരാം. വേഗം ഭക്ഷണം തയ്യാറാക്കുക. ഇതാ, എനിക്ക് ധാരാളം കായ്കറികൾ കിട്ടി. എല്ലാം ഞാൻ ഞുറുക്കി കൊണ്ടുവന്നിരിക്കുന്നു. സഹോദര, നമുക്ക് ആ വലിയ പാത്രമുണ്ടല്ലോ, അതിലിട്ട് അവിയലിനായി തീ കൂട്ടുക. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. പ്രവാചക, നോക്കൂ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ വയലിൽ ചെന്നപ്പോൾ ധാരാളം കിഴങ്ങുവർഗ്ഗങ്ങൾ കിട്ടി. അവിടെ ഇനിയുമുണ്ട്. ആ, സന്തോഷമായല്ലേ? അകത്ത് തീ കൂട്ടി വലിയ പാത്രത്തിൽ അവിയലുണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ഈ കിഴങ്ങുവർഗ്ഗങ്ങളും ഇടുക. അങ്ങനെയാകാം. പ്രവാചക, ഞാൻ വയലിൽ ചെന്നപ്പോൾ ധാരാളം കായ്കനികൾ കിട്ടി. ഇതാ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ ഇനിയുമുണ്ട്. ഓ, ഇതും അവിയലിടാമല്ലോ. അകത്തേക്ക് ചെല്ലൂ. ഓ, അങ്ങ് എത്തിയോ? എങ്കിൽ നമുക്ക് അവിയൽ കഴിക്കാം. ഞാൻ എല്ലാവർക്കും വിളമ്പിത്തരാം. എല്ലാവരും ഇരുന്നാലും. എല്ലാവരും ഭക്ഷിച്ചാലും. ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ കഴിയുന്നില്ല. ഇതിൽ വിഷക ചേർന്നിട്ടുണ്ട്. വേഗം കുറച്ച് മാവ് കൊണ്ടുവരിക. അപകടം നീങ്ങിയിരിക്കുന്നു. ഇനി വേണ്ടോളം ഭക്ഷിക്കുക.
അല്ലയോ പ്രവാചകന്മാരെ, ഞങ്ങൾ വയലുകളിലെല്ലാം പോയി നോക്കി. കായകനികളോ കിഴങ്ങുകളോ ഒന്നുമില്ല. ആ അവിയൽ കഴിച്ചതിൽ പിന്നെ എലീശ പ്രവാചകനും ഭൃത്യനും ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. എന്തൊരു പട്ടിണിയായത്! ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ആരോ ഒരാൾ ഒരു പാത്രവുമായി വരുന്നുണ്ടല്ലോ. പ്രവാചകന്മാരെ, ഞാൻ ബാദ്ശാലിഷാനിന്ന് വരുന്നു. എന്താണിത്? ഇത് എന്റെ കൃഷിയുടെ ആദ്യ ഫലത്തിൽ നിന്നുണ്ടാക്കിയ അപ്പമാണ്. ഇതാ എന്റെ ആദ്യ ഫലത്തിലെ പുതിയ കുറെ ധാന്യക്കതിരുകളും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എലീശ പ്രവാചകനെ വിളിക്കാം. പ്രവാചക, ദൈവപുരുഷ, ബാദ്ശായിൽ നിന്ന് ഒരാൾ തന്റെ ആദ്യ ഫലത്തിൽ നിന്നുണ്ടായ 20 ബാർലിയപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളുമാണ്. ഇത് നമുക്ക് ഭക്ഷിക്കാൻ തന്നതാണ്. അപ്പം ഇവർക്ക് കൊടുക്കുക. ദൈവപുരുഷ, ഇവിടെ 100 പ്രവാചകന്മാരില്ലേ? 100 ആളുകൾക്കായി ഞാനിത് എങ്ങനെ പങ്കുവെക്കും? കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. കൊടുക്കുക, എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യുമെന്ന്. ദൈവപുരുഷ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഇതാ ഇത്രയപ്പം മിച്ചം വന്നിരിക്കുന്നു. അങ്ങ് എന്തോ കാര്യമായി ചിന്തിക്കുന്നു. അതെ, എന്താ? ഞങ്ങളോടും കൂടി പറഞ്ഞാലും. എന്തെങ്കിലും ദർശനമുണ്ടായോ? കർത്താവ് എന്തെങ്കിലും അരുൾ ചെയ്തോ? അല്ല, അതൊന്നുമല്ല. പിന്നെ എന്താ അങ്ങ് കാര്യമായി ചിന്തിക്കുന്നത്? ഇവിടെ പ്രവാചകത്തിന് പാർക്കാൻ സ്ഥലം വളരെ പരിമിതമാണ്. ഇവിടെ ഒരു പാർപ്പിടം നിർമ്മിച്ചാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് നന്നായി. ഈ വിവരം നമുക്ക് എലീശ പ്രവാചകനോട് പറഞ്ഞാലോ? പറയുക തന്നെ ചെയ്യാം. എലീശ പ്രവാചക, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി പാർപ്പിടം പണിയാം. പോയിക്കൊള്ളുക, അങ്ങനെ ചെയ്തു കൊള്ളുക. ദയവായി അങ്ങ് ഞങ്ങളോടൊപ്പം വരണം. നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരാം. വരൂ, നമുക്ക് പോകാം. ആ തടി വെട്ടുക, പാർപ്പിടത്തിൽ നല്ലതാണ്. സൂക്ഷിക്കണേ, താഴെ വെള്ളമാണ്. വെള്ളത്തിൽ ആഴം വളരെ കൂടുതലാണ്. സൂക്ഷിക്കണം. പാർപ്പിടം നിർമ്മിക്കാൻ ധാരാളം തടി ഇവിടെ ഉണ്ട്. അയ്യോ, യജമാനനെ! അയ്യോ! 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 അത് ഞാൻ കടം വാങ്ങിയതായിരുന്നല്ലോ. അയ്യോ! 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 ഞാൻ ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കും? അയ്യോ! ദൈവമേ! ദൈവപുരുഷ, അങ്ങ് എന്തിനാണ് കരയുന്നത്? അത് ഞാൻ കടം വാങ്ങി കോടാലി
കരയാതിരിക്കുക. അതെവിടെയാണ് വീണത്? ആ, അവിടെയാണ്. അതാ കോടാലി, അതെടുത്തു കൊള്ളുക. ദൈവമായ കർത്താവിന്റെ മഹത്വം. ഓ കർത്താവ്, ദിവസവും എത്ര അത്ഭുതങ്ങളാണ് എലീശ പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് മുട്ടുകൾ മടക്കി ദൈവമായ കർത്താവിന് നന്ദി പറയാം. എല്ലാവർക്കും സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? എന്താ നമ്മുടെ പിള്ളേർ നന്നായിട്ട് കളിച്ചല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പോകാം അല്ലേ? നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ കണ്ണടച്ച് കഴിയുമ്പോൾ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കണം. എല്ലാ മക്കളും ഒന്ന് കണ്ണടച്ചേ. ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? ആന്തരിക നേത്രത്തിൽ, ഉൾക്കണ്ണിൽ ഈശോയെ കാണാൻ സാധിക്കണം. അങ്ങനെ ഈശോയോട് കൂട്ടുകൂടണം. ഈശോ നമ്മുടെ കൂടെയുള്ള ആളാകണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോനാഥ, പഴയ നിയമത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും എലീഷ പ്രവാചകനിലൂടെ പിതാവായ ദൈവം പ്രവർത്തിച്ച നിരവധിയായ അത്ഭുതങ്ങളെ കാണുവാനും അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, എലീഷ പ്രവാചകനിലൂടെ അന്ന് ജനങ്ങൾക്ക് അങ്ങ് നൽകിയ കൃപകൾ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, എപ്പോഴും അങ്ങയുടെ തിരുവചനം അനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വൈദികരെ ബഹുമാനിക്കുവാൻ, വൈദികരെ അനുസരിക്കുവാൻ, പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഇന്ന് ധ്യാന ഗുരുക്കന്മാരെയും പുരോഹിതരെയും അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക്, ഞങ്ങളുടെ ഇടവകയിലേക്ക്, ഞങ്ങളായിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അയച്ചു തരുന്നുണ്ടല്ലോ. ഈശോനാഥ, അവരോട് ചേർന്ന് ദൈവഹിതം അന്വേഷിക്കുവാനും ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് മധ്യസ്ഥയായിട്ട് അങ്ങയുടെ തിരുക്കുമാരനോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. തിരുക്കുമാരൻ്റെ കുരിശിനോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ഈശോയുടെ വഴിയിൽ നിന്ന് അകന്നു മാറി പോകുവാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇടതും വലതും ഇരിക്കുന്ന കുട്ടികൾക്കൊന്ന് സ്തുതിയല്ലിക്കേ.